ഹലോ. അപ്പോൾ ഇന്ന് നമ്മൾ യുഎഇൻ്റെ അകത്തുള്ള ഒരു കൊച്ചു കേരളത്തിലേക്ക് ഒറ്റ ദിവസം കൊണ്ടൊന്ന് പോയി വരാൻ തീരുമാനിച്ചു കേട്ടോ. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാവും, അതുപോലെ തന്നെ പലർക്കും നൊസ്റ്റാൾജിയ ഒക്കെ വരുന്നുണ്ടാവും കേട്ടോ. നമ്മളൊക്കെ ചെറുതായിരിക്കുമ്പോൾ കണ്ട രീതിയിലുള്ള പാടവും പറമ്പും അതിലേക്ക് നനക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ഒഴുകുന്ന ഓരോ ഓടകളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് സെറ്റാക്കിയിട്ട് അത് ഇവിടെ യുഎഇയിൽ ഇങ്ങനെയൊക്കെ സെറ്റാക്കിയിട്ട് എന്ന് പറയുമ്പം നല്ലൊരു അടിപൊളി സംഭവം കേട്ടോ. അടിപൊളി ഒരു അറ്റ്മോസ്ഫിയർ. ഉള്ളിലേക്ക് കടന്നപ്പോൾ, ഫാമിൻ്റെ ഉള്ളിലേക്ക് കടന്നപ്പോൾ നല്ലൊരു നല്ല തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. നമുക്ക് കയ്യെത്തുന്ന രീതിയിലുള്ള ഫ്രൂട്ട്സൊക്കെയാണ് അവിടെ കായ്ച്ച് നിൽക്കുന്നത് കേട്ടോ. നാരങ്ങ, ഓറഞ്ച്, പപ്പായ എല്ലാം നല്ല അടിപൊളിയായിട്ട് നമുക്ക് കൈയോട് പറിക്കാൻ പറ്റുന്ന രീതിയിൽ ഇങ്ങനെ കായ്ച്ച് നിൽക്കുന്ന ഒരു കാഴ്ചയായിരുന്നു കേട്ടോ. അപ്പോൾ കറക്റ്റ് ലൊക്കേഷൻ അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യണേ. മാത്രമല്ല ഈ ഒരു വിൻ്ററിൽ നിങ്ങൾ ഒരിക്കലും ഈ ഒരു സ്പോട്ട് മിസ് ചെയ്യല്ലേ കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ പെട്ടെന്നൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോ. ഓക്കെ. അപ്പോൾ ഇതാ നമ്മളെ താമരാക്ഷൻ പിള്ളയായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ വിൻ്റർ സ്റ്റാർട്ട് ചെയ്തേ മുതൽ നമ്മൾ എല്ലാ വീക്കെൻഡും എവിടെയെങ്കിലും നമ്മൾ ചിലപ്പോൾ അടുത്ത് തന്നെ ആയിരിക്കും, അതല്ലെങ്കിൽ കുറച്ച് ഇതുപോലെ ലോങ് ആയിരിക്കും. എന്നാലും നമ്മൾ എല്ലാ വീക്കെൻഡും മാക്സിമം ഒന്നുകിൽ ഗ്രില്ലിങ്ങോ ക്യാമ്പിങ്ങോ അല്ലെങ്കിൽ ഇതുപോലെ നല്ല സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനൊക്കെ ആയിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്യാറുണ്ട് കേട്ടോ. ഫാമിലി ആയിട്ട് ഒരുമിച്ച് നമ്മൾ ഇറങ്ങാറുണ്ട്. അപ്പം ഈ വെള്ളിയാഴ്ച നമ്മൾ ഇറങ്ങിയത് ഒമാനിലുള്ള മദ്ഹ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഒമാനിലാണ് ഇതിൻ്റെ സ്പോട്ട് വരുന്നതെങ്കിലും നമുക്ക് യുഎഇയിൽ നിന്ന് പോകാൻ വേണ്ടിയിട്ട് വേറെ വിസ കാര്യങ്ങളൊന്നും വേണ്ട. ജസ്റ്റ് ദുബായിൽ നിന്ന് 1 hour 30 minutes മാത്രം ട്രാവലിങ് വരുന്നുള്ളൂ കേട്ടോ. പോകുന്ന വഴിക്ക് ജുമുഅ കൂടാൻ വേണ്ടിയിട്ട് നമ്മൾ ഷാർജയിലെ ഒരു മസ്ജിദിൽ വണ്ടി സ്റ്റോപ്പ് ചെയ്ത് അവിടെ ജോയിൻ ചെയ്തു കേട്ടോ. മദ്ഹ റോള ഫാം എന്ന് ലൊക്കേഷൻ വെച്ച് പോയാൽ മതി കേട്ടോ. കറക്റ്റ് അവിടെ നമ്മുടെ ഷാർജ എയർപോർട്ട് റോഡിൽ നിന്ന് നേരെ എമിറേറ്റ്സ് റോഡ് പിടിച്ചാൽ എമിറേറ്റ്സ് റോഡിൽ നിന്ന് പിന്നെ യൂട്ടേൺ എടുത്താൽ നേരെ കൽബ റോഡിലേക്ക് കയറാൻ പറ്റും. കൽബ റോഡിലേക്ക് കയറി എൻഡിലെത്തുമ്പോൾ നമുക്ക് മദ്ഹ ബോർഡ് കാണാൻ കഴിയും, അതിലെടുത്താൽ മതി. അവിടുന്ന് പിന്നെ ഡാമിൻ്റെ ബോർഡുകൾ കാണാൻ കഴിയും കേട്ടോ. ഒരു മൗണ്ടൈൻ്റെ അപ്പുറം സൈഡ് ഡാമും അതുപോലെ തന്നെ ഇപ്പുറം സൈഡ് നല്ല അടിപൊളി ഫാമും ആയിട്ടാണ് വരുന്നത്. ആക്ച്വലി നമ്മൾ ലഞ്ചൊന്നും കഴിക്കാതെ ഇറങ്ങിയതായിരുന്നു കേട്ടോ. ലഞ്ച് വഴിയിൽ നിന്ന് എവിടെയെങ്കിലും വാങ്ങിച്ചിട്ട് അവിടെ പോയിട്ട് ഇരുന്ന് കഴിക്കാമെന്നായിരുന്നു പ്ലാന്. പക്ഷേ നമ്മളങ്ങനെ പോയി റോഡ് മാപ്പ് നോക്കി പോയി ലഞ്ചൊന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഫ്രൂട്ട്സും ഇതൊക്കെ വെച്ചിട്ട് അങ്ങനെ ആ ഒരു ടൈം അഡ്ജസ്റ്റ് ചെയ്തു. അപ്പോൾ ഒമാനിൽ പെട്രോളിന് പ്രൈസ് കുറവായതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് ചെറുതായിട്ടൊന്ന് എനർജി കയറ്റി വണ്ടിക്ക് കിട്ടും. ബാക്കി പിന്നെ നമുക്ക് അവിടുന്ന് ഒമാനിൽ നിന്ന് എനർജി ആക്കാമെന്ന് വിചാരിച്ചു. എനിക്കുണ്ടല്ലോ ലോങ് ഡ്രൈവ് അതുപോലെ തന്നെ നല്ല സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ. വീക്കെൻഡുകളിൽ ഇനിയിപ്പോൾ എത്ര വെയ്യെങ്കിൽ പോലും ട്രാവൽ ചെയ്യാമെന്ന് പറഞ്ഞാൽ ഞാൻ റെഡിയാണ്. ബാക്കി 6 ദിവസം ഡ്യൂട്ടിയിലായിരിക്കുമ്പോൾ ഞാൻ ആലോചിക്കുന്നത് 7ാമത്തെ ദിവസം വീക്ക് ഓഫിന് എവിടെ പോകുന്നുള്ളതാണ്. അപ്പോൾ പോകുന്ന വഴിയിലുള്ള കൊർഫുഖാനിലെ ഷീസ് റെസ്റ്റ് ഏരിയ ആണ് കേട്ടോ. അതും ഇവിടെയും തന്നെ നല്ല അടിപൊളി വ്യൂ ആണ്. പക്ഷേ നമ്മളിവിടെ മുമ്പ് വന്നിട്ടുള്ളതുകൊണ്ട് നമ്മളിപ്പോൾ അവിടെ ഇറങ്ങാൻ നിന്നില്ല. വേറൊരു ലൊക്കേഷൻ ടാർഗറ്റ് ചെയ്ത് പോവായതുകൊണ്ടും തന്നെ നമ്മളിപ്പോൾ അവിടെ ഇറങ്ങാൻ നിന്നില്ല. അപ്പോൾ ഫോട്ടോസൊക്കെ എടുക്കാൻ ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ അവിടെ ഇറങ്ങി പിക്സൊക്കെ എടുക്കാൻ പറ്റും. നല്ല ബാക്ക്ഗ്രൗണ്ടിൽ നല്ല അടിപൊളി പിക്സ് എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഫാം എക്സ്പ്ലോർ ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇറങ്ങുന്നുണ്ടെങ്കിൽ കുറച്ച് നേരത്തെ ഇറങ്ങിക്കോ. അതല്ല ഇനിയിപ്പോൾ ഡാമിലേക്ക് മാത്രമാണ് കുളിക്കാനൊക്കെ ആയിട്ട് മാത്രമാണ് ഗ്രില്ലിങ്ങും ക്യാമ്പിങ്ങും അങ്ങനെയൊക്കെ മാത്രമാണെന്നുണ്ടെങ്കിൽ അത്ര നേരത്തെ ഇറങ്ങണമെന്നില്ല. കുറച്ച് ഈവനിങ് ആകുമ്പോഴത്തേക്ക് എത്തിയാലും മതി. അപ്പോൾ നമ്മൾ മദയിലേക്ക് എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒമാൻ്റെ ഭാഗമാണ് കേട്ടോ. പിന്നെ സിമ്മൊക്കെ റോമിങ്ങിലായിരിക്കും ഉണ്ടാവുക. ഇതിപ്പോൾ നമ്മൾ ഫാമിൻ്റെ റൂട്ടിലേക്ക് കയറി കേട്ടോ. ഈ ഒരു വഴി കാണുമ്പോൾ നമുക്ക് നമ്മുടെ നാട്ടിലെ പഴയ കാലത്തെ ഒരു നാട്ടിൻപുറം ഓർമ്മ വരുന്നില്ലേ? എനിക്കങ്ങനെ തോന്നിട്ടോ. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യാം. അപ്പം നമ്മൾ ലഞ്ചൊന്നും പിന്നെ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ലഞ്ചൊക്കെ അങ്ങനെ ഈ വരുന്ന വഴിക്ക് അങ്ങനെ മറന്നുപോയി സത്യത്തിൽ.
അപ്പോൾ നമ്മൾ വണ്ടി സൈഡാക്കി പാർക്ക് ചെയ്ത് നമ്മൾ ഫാമിലേക്ക് എൻട്രി ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. പക്ഷേ നമുക്കൊരു മിസ്റ്റേക്ക് പറ്റിയത് എന്താണെന്ന് വെച്ചാൽ ഫാമിൻ്റെ ഉള്ളിലേക്കൊക്കെ വണ്ടി പോകാനുള്ള ഫെസിലിറ്റീസ് ഉണ്ടായിരുന്നു. പക്ഷേ നമ്മളവിടെ ഫുള്ള് കറങ്ങി വന്ന് നല്ല ടയേർഡായി വന്നിട്ട് പാർക്കിങ്ങിൻ്റെ അടുത്ത് എത്തിയപ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒമാനി, എവിടുത്തെ ഒരു ഒമാനി, അതിൻ്റെ ഓണറാന്ന് തോന്നുന്നു, ഫാമിൻ്റെ ഓണറാന്ന് തോന്നുന്നു, അവർ പറഞ്ഞു വണ്ടി ഉള്ളിലേക്ക് പോകാനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ, വണ്ടി ഉള്ളിലേക്ക് കടത്തി വിടും എന്നുള്ളത്. അപ്പോഴാണ് നമ്മൾ അറിഞ്ഞത് നമുക്ക് അബദ്ധം പറ്റിയെന്നുള്ളത്. എനിവേ നമ്മളവിടെ ഫുള്ള് കറങ്ങി നടന്ന് നല്ല ടയേർഡായി ആണ് പിന്നെ തിരിച്ചു വന്നത്. ലഞ്ചൊന്നും ഉണ്ടായിട്ടില്ല. വെള്ളമൊന്നും വണ്ടിയിൽ നിന്ന് എടുക്കാതെയാണ് നമ്മൾ ഇത്രയ്ക്ക് അങ്ങ് ലോങ് പോകാനുണ്ടാകുന്നുള്ള വിചാരിച്ചിട്ടില്ല. നമ്മൾ വെള്ളമൊന്നും എടുക്കാതെ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് അങ്ങനെ നടന്ന് പോകുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വെള്ളമോ സ്നാക്സോ എന്തൊക്കെ കയ്യിലെടുത്തിട്ടുണ്ട്, ഫുഡ് കൊണ്ടുവന്നവരാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് കഴിക്കാനുള്ള ഒരു മജ്ലിസ് പോലത്തെ സംഭവം ഉണ്ട് കേട്ടോ, അവിടുന്ന് ഫുഡ് കഴിക്കാം. അപ്പോൾ അതൊക്കെ കയ്യിലെടുത്തോ കേട്ടോ, ഉള്ളിൽ അതൊക്കെ അലൗഡാണ്, അതിനൊക്കെയുള്ള സ്പേസ് ഉണ്ട്. കണ്ടോ ഓറഞ്ചൊക്കെ ഒരുപാട് വീണെടുക്കുന്നത് കണ്ടോ, പഴുത്തിട്ട് വീണെടുക്കുന്നത് കണ്ടോ. ഈ ഒരു ഇതിലേക്ക് കയറിയപ്പോൾ, ഫാമിലേക്ക് കയറിയപ്പോൾ സത്യം പറഞ്ഞാൽ വല്ലാത്തൊരു അനുഭൂതിയായിരുന്നു കേട്ടോ. നമ്മളെ നാട്ടിൽ ചെന്ന് അതേ ഒരു ഫീല്. നാരങ്ങൊക്കെ ഒരുപാട് കായ്ച്ചിരിക്കുന്നത് കണ്ടോ. നാരങ്ങ മാവ് ശരിക്കും പൂത്തിട്ടേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ, മാംഗോ ആയിട്ടുണ്ടായിരുന്നില്ല, പൂത്ത് വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ, മാംഗോൻ്റെ സീസൺ ആയിട്ടില്ല അവിടെ. പിന്നെ അതുപോലെ ഒരുപാട് പപ്പായ കൃഷികൾ ഒരുപാടുണ്ടായിരുന്നു. പപ്പായ, വാഴ, നമ്മളെ നാട്ടിലെ പോലെ തന്നെ വാഴയൊക്കെ കുലച്ച് നിൽക്കുന്നത് കാണുമ്പോൾ, അതിപ്പോൾ നമ്മളെ നാട്ടിൽ നിന്നാണ് ഇതൊക്കെ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നും ഫീൽ ചെയ്യാനുണ്ടാവില്ല. പക്ഷേ ഇവിടെ UAE വന്നിട്ട് ഇതൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക എന്തോ ഒരു ഫീൽ കേട്ടോ. ഒരു ഡോറ് ഓപ്പൺ ചെയ്ത് കണ്ടപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിലോട്ട് ഇഴഞ്ഞ് കയറാമെന്ന് വിചാരിച്ചാണ്. പക്ഷേ അവിടെ ഉള്ളിൽ ചെന്നപ്പോൾ അവിടെ ക്ലോസ് ആയിരുന്നു. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഡോറിലോട്ട് പോയി കേട്ടോ. നെക്സ്റ്റ് ഡോറും അങ്ങനെ മലർന്ന് ഓപ്പൺ ചെയ്ത് കിടക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷേ നമ്മളതിലൂടെ ചാടിക്കടക്കാനുള്ള ഓപ്ഷൻ അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ അതിൻ്റെ ഉള്ളിലൂടെ കടന്നു. ഇക്കാൻ്റെ കൊളീഗ്സ് 2 പേര് നമ്മളെ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ, അത് പറയാൻ മറന്നുപോയി. അതന്ന് രാവിലെ പെട്ടെന്നുണ്ടായതാണ്. അപ്പം യൂഷ്വലി നമ്മളെ കൂടെ ഇവരെ ഫാമിലി ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇത്തവണ ഫാമിലി ഇല്ല, ഫാമിലി നാട്ടിൽ പോയിട്ടാണ് ഉള്ളത്. നെക്സ്റ്റ് മന്ത് വരും. അപ്പോൾ വന്നിട്ട് വേറെ ഒരുപാട് ട്രിപ്സൊക്കെ നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിലോട്ട് ചാടി കയറി കേട്ടോ. ഒരു പ്രത്യേക തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അവിടെ. ഒരുപാട് തൈകൾ അവിടെ മറ്റേ നമ്മൾ പ്ലാൻ നഴ്സറിയിലൊക്കെ ചെന്ന പോലെ ഒരുപാട് തൈകളുണ്ടായിരുന്നു. അത് വിൽക്കാൻ വെച്ചതാണോ അത് അവിടെ തന്നെ ഇതാക്കാൻ വെച്ചതാണോ എന്നറിയില്ല. കണ്ടോ ബനാനൊക്കെ കൊലച്ച് നിൽക്കുന്നത് കണ്ടോ. ഇതൊക്കെ കാണുമ്പോൾ നമ്മളെ നാട്ടിൽ നിന്ന് കാണുമ്പോൾ, കേരളത്തിൽ നിന്ന് കാണുമ്പോൾ ഇതൊന്നും ഒരു അത്ഭുതമേ അല്ല, ഒന്നുമല്ല. പക്ഷേ ഇവിടെ വന്നിട്ട് ഇതൊക്കെ കാണുമ്പം എനിക്കെന്തോ ഭയങ്കര അത്ഭുതമായിട്ട് തോന്നി കേട്ടോ. പിന്നെ അതുപോലെ വഴുതനങ്ങയാണോ അതോ വെണ്ടയ്ക്കയാണോ എന്നറിയില്ല, ഒരുപാട് തൈ അവിടെ ഉണ്ട്. പക്ഷെ ഒന്നും കായ്ച്ചിട്ടില്ലാത്തതുകൊണ്ട് അതിന് എനിക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല വഴുതനങ്ങയാണോ വെണ്ടയ്ക്കയാണോ. ഏകദേശം വഴുതനൻ്റെ ഒരു വെണ്ടയ്ക്കൻ്റെ ഒക്കെ ഒരു ഇതായിട്ട് തോന്നിയത്, പക്ഷേ ഏതാണെന്ന് കൺഫേം ചെയ്യാൻ പറ്റില്ല. നമ്മുടെ നാട്ടിലെ പറമ്പുകളിലൊക്കെ ഈ വാഴയും ഇതുപോലെ കൃഷിയൊക്കെ ചെയ്യുന്ന പറമ്പുകളിൽ കണ്ടിട്ടില്ലേ, വെള്ളം ഒലിച്ചു പോകാൻ വേണ്ടിയിട്ട് ഒരു സംഭവം ഉണ്ടാക്കുമല്ലോ, അതൊക്കെ അതുപോലെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അവിടെ നനക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവം. ഫീലും സത്യം പറഞ്ഞാൽ നല്ല വണ്ടർ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ബനാന അതുപോലെ ഇതൊക്കെ ഓറഞ്ച്, പപ്പായ, ഇതൊക്കെ ഇങ്ങനെ കടയിൽ നിന്ന് കാണണമെന്നല്ലാതെ ശരിക്കും പറഞ്ഞാൽ നേരിട്ട് മരത്തിൽ കണ്ടിട്ടേ ഇല്ലല്ലോ നാട്ടിൽ നിന്നായാലും. അവൾ ജനിച്ച മുതൽ ഇവിടെ തന്നെയാണ്. പിന്നെ എപ്പോഴേലും നാട്ടിൽ പോകുമ്പോഴും ഇങ്ങനത്തെ ഒന്നും കാണാനുള്ള ഒരു അവസരം കിട്ടിയിട്ടില്ല, മരത്തിൽ നിന്ന് ശരിക്കും കാണുന്നതും. അപ്പോൾ ഇവിടുന്ന് അത് കണ്ടപ്പോൾ നല്ല വണ്ടറായിരുന്നു. ബനാനൊക്കെ ഇതിൽ കണ്ടപ്പോൾ ശരിക്കും അടിപൊളിയായിരുന്നു കേട്ടോ, ഫിലിമിൻ്റെ ഒരു എക്സ്പ്രഷനൊക്കെ. പെസ്റ്റിസൈഡൊക്കെ നമ്മളെ നാട്ടിലെ ആ പറമ്പിലൊക്കെ ചെയ്യുന്ന അതേപോലെ തന്നെ ബക്കറ്റിൽ കലക്കിയൊക്കെ ചെയ്യുന്നത് ഞാൻ ശരിക്കും വണ്ടറായി കേട്ടോ. ഇതൊരു ഒമാനിയുടെ ഫാമാണല്ലോ, ഇത് ഒമാനിലുള്ള ഒരു ഫാമാണല്ലോ, ഒരു അറബിയുടെ. അവർ നമ്മളതുപോലെ തന്നെ ഇതൊക്കെ ചെയ്ത് വെച്ചതെന്ന് കണ്ടപ്പോൾ ശരിക്കും വണ്ടടിച്ച് പോയി കേട്ടോ. കണ്ടോ പെസ്റ്റിസൈഡ് ഇരിക്കുന്നത് കണ്ടോ. ഇത് നമ്മളെ മുക്കുറ്റി പൂ കേട്ടോ. ഇത് കണ്ടപ്പോൾ നമ്മൾ സ്കൂളിൽ പോകുമ്പം അവൻ്റെ കായ പറക്കി തിന്നത് ഓർമ്മ വന്നു കേട്ടോ.
ഇത് മറ്റാൾ ഒളിഞ്ഞു നോക്കുന്നതുണ്ട്, മറ്റാളുടെ റിയൽ സ്വഭാവം ഇവിടെയും കാണിച്ചു കേട്ടോ. ഇത് മറ്റേ ക്യാബേജിൻ്റെ ഫാമാണെന്നാണ് തോന്നുന്നത്, ശരിക്കും നമുക്ക് കാണാൻ പറ്റില്ല. ഫുള്ള് ഇത് കെട്ടിയിട്ടുണ്ടായിരുന്നു, നമുക്ക് അവിടുന്ന് ക്യാമറ എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഇത് നമ്മുടെ നാട്ടിൽ കിണറില്ലേ, അതുപോലെ സെയിം നല്ല ആഴത്തിലുള്ള കിണർ. ഇവിടേക്കൊക്കെ നനക്കാൻ വേണ്ടിയിട്ടൊക്കെ വെള്ളം പോകുന്നത് ഇവിടുന്നായിരിക്കും. പിന്നെ നമ്മൾ അടുത്ത ഡോർ അവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് കയറി. അവിടെ ഒരു ഫാമർ ഉണ്ടായിരുന്നു, അപ്പോൾ അവരുടെ പെർമിഷനോട് കൂടി തന്നെ അവിടെ കയറി. വേണ്ട മാതള നാരങ്ങ, ഓറഞ്ച് ഒക്കെ താഴെ വീണെടുക്കുന്നുണ്ട് ഒരുപാടെണ്ണം. അതിൽ അവരുടെ പെർമിഷനോട് കൂടി നമ്മൾ 1-2 പൊട്ടിച്ചു കേട്ടോ, കുഴപ്പമില്ല എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം. ഇത് കണ്ടോ, നമ്മുടെ നാട്ടിൽ ആ ഒരു ഇതിലുണ്ടായിരുന്ന മറ്റേ പാടത്ത് പറമ്പിലുണ്ടായിരുന്ന പോലെ നനക്കാനൊക്കെ ഇത് സെറ്റാക്കിയാണ്. ലഞ്ച് കഴിക്കാത്തതുകൊണ്ട് നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മാത്രമല്ല നമ്മൾ നടക്കല്ലേ, നല്ല ദാഹവും വിശപ്പൊക്കെ ഉണ്ടായിരുന്നു. അവിടുന്ന് പറിച്ച ഒരു മാതള നാരങ്ങ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് നോക്കിയിട്ട് ചെറിയൊരു ചമർപ്പൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ നല്ല ടേസ്റ്റ് ആണെന്ന്, നല്ല മധുരമാണെന്നും പറഞ്ഞുകൊണ്ട് ഇക്കാനെ പറ്റിച്ച് അത് കൊടുത്തിട്ടോ. നല്ല മധുരമുണ്ട്, കഴിച്ചു നോക്കിയെന്ന് പറഞ്ഞിട്ട് ഇക്ക നല്ല മധുരമാണെന്ന് വിചാരിച്ചിട്ട് അത് വാങ്ങി കഴിച്ചു കേട്ടോ. കഴിച്ചിട്ടുള്ളൊരു എക്സ്പ്രഷൻ നോക്കിക്കോ, കണ്ടോ, ഭയങ്കര കയ്പായിരുന്നു സത്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പഴുത്തിട്ടില്ലാത്തതുകൊണ്ടാണ്, വേറൊന്നുമല്ല. അത് പഴുത്തിട്ടില്ലാത്തതുകൊണ്ടുള്ള ഒരു കയ്പ്പ് ഏതിനും ഉണ്ടാവുമല്ലോ, അതാണ്, വേറൊന്നുമല്ല കേട്ടോ. നമ്മുടെ ഫീലൂട്ടി വെള്ളം കാണുന്നിടത്തു നിന്നൊക്കെ ഷൂ കഴുകാൻ നടക്കായിരുന്നു കേട്ടോ. പിന്നെ അവിടുത്തെ കർഷകൻ്റെ അടുത്ത് കുറച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് കുറച്ച് ടൈം അവിടെ സ്പെൻഡ് ചെയ്തു. അപ്പോൾ അവർ നമ്മളെ നാട്ടിലെ പോലെ സംഭവമാണ് എന്ന് പറഞ്ഞപ്പം അവർ പറയും അവരുടെ നാട്ടിലും ഇങ്ങനെ നൊസ്റ്റാൾജിക് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് കേട്ടോ. പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ നമ്മൾ ഫിലൂക്ക ഓറഞ്ച് ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തതാണ്. നല്ല മധുരമുണ്ട് പറഞ്ഞിട്ട് ഫിലുവിനെ പറ്റിച്ചു കേട്ടോ. അവിടെ നിന്ന് ഇറങ്ങിയ പാടെ നമ്മൾക്ക് നല്ലൊരു കുളം കണ്ടു. കായലല്ല, ഇത് കുളം എന്നല്ല പറയുക, പായൽ കെട്ടിയിട്ട്, അത് പായലും വെള്ളവും കൂടി മനസ്സിലാവുന്നില്ല, അത്രയും പായൽ കെട്ടിയിട്ടുള്ളൊരു കുളം കണ്ടു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ആ റെസ്റ്റ് ഏരിയ കേട്ടോ, കുറേ നടന്നപ്പോൾ ആ ഒരു റെസ്റ്റ് ഏരിയ കണ്ടു. ഇവിടെ നമുക്ക് ഫുഡും വെള്ളവും സ്നാക്സും ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് നല്ല സൂപ്പറായിട്ട് ഇരുന്നിട്ട് കഴിക്കാം കേട്ടോ. മജ്ലിസ് ഉണ്ട്, ഇരിക്കാനുള്ള സൗകര്യം എല്ലാം ഉണ്ട്. ഇതിൻ്റെ തൊട്ട് ബാക്കിൽ വാഷ്റൂമും ഉണ്ട് കേട്ടോ, വേണമെങ്കിൽ നമുക്ക് അതും യൂസ് ചെയ്യാം. പിന്നെന്താ, ഫുഡൊക്കെ കൊടുക്കുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇരുന്നിട്ട് സൂപ്പറായിട്ട് ഇരുന്നിട്ട് കഴിക്കാം. നല്ല നാച്ചുറൽ ഒരു ഫീലിൽ ഇരുന്നിട്ട് കഴിക്കാം കേട്ടോ. കണ്ടോ, വാഴത്തട്ട ഇവിടെ നിന്ന് കണ്ടപ്പോൾ ഒരു കൊതി കിട്ടോ. പണ്ട് ചെറുപ്പത്തിൽ ചെയ്ത ആ ഒരു സംഭവമില്ല, അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ സംഭവം എടുത്തിട്ട് അതിൽ നിന്ന് തേനുണ്ടാവും, അത് ടേസ്റ്റ് വെക്കാൻ. അവിടെ ചെറുതായിട്ടൊന്ന് റെസ്റ്റ് എടുത്തിട്ട് പിന്നെ നമ്മൾ അതിൻ്റെ ബാക്കോട്ടുള്ള അവിടെയൊക്കെ ഒന്ന് പോയി നോക്കി. അവിടെ ഒരു വാഷ്റൂമൊക്കെ അവിടെ തന്നെ ഉണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ ബാക്കിൽ മെയിനായിട്ട് വരുന്നത് വാഴ കൃഷിയാണ്. വാഴ, പിന്നെ തെങ്ങിൻ്റെ പോലത്തെ മറ്റൊരു സംഭവം, ഈത്തപ്പഴമാണെന്ന് തോന്നുന്നു, അതോനി ഈന്താണോ എന്നറിയില്ല, അത് ശ്രദ്ധിക്കാൻ വിട്ടുപോയി, അതിൻ്റെ കായ ശ്രദ്ധിക്കാൻ വിട്ടുപോയി. പിന്നെ ചെറിയ തൈകൾ, മൂച്ചി, മൈലാഞ്ചി, പപ്പായ, അങ്ങനത്തെ കുറേ തൈകൾ എല്ലാം കായ്ച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനത്തെ കുറേ തൈകളുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നാട്ടിലെ പണ്ടത്തെ ആ ഒരു മോട്ടർ, ഇതുപോലെ നനക്കുന്ന ഏരിയയിൽ മോട്ടർ സ്റ്റാർട്ടാക്കുന്ന ഒരു സൗണ്ട് ഉണ്ടല്ലോ, ആ സൗണ്ട് കേട്ടിട്ട് ഞാൻ അത് എവിടെ നിന്നാണെന്ന് അറിയാൻ വേണ്ടി അങ്ങനെ അവിടെ നടന്നു കേട്ടോ, ഫുള്ളായിട്ട് നടന്നു. അവസാനം നമ്മളത് കണ്ടുപിടിച്ചു. ആ ഒരു സൗണ്ട്, മോട്ടറിൻ്റെ സൗണ്ട് ഞാൻ വീഡിയോ ഒന്ന് കട്ട് ചെയ്തിട്ടില്ല കേട്ടോ, ഞാൻ കേൾപ്പിച്ചു തരാം. ആ ഒരു സൗണ്ട് കേൾക്കുമ്പോൾ നമുക്കൊരു നൊസ്റ്റാൾജിക് ഫീലിംഗ് വരും. ഇത് കണ്ടോ, വെള്ളം ഉറവ് വരുന്നത് കണ്ടോ, ഇതിന് എത്ര വെള്ളം എടുത്താലും തീരൂല അത്ര. അതിൽ മോട്ടർ വെച്ചിട്ട് ആ മോട്ടറിൻ്റെ സൗണ്ടാണ് ഞാൻ നേരത്തെ കേൾക്കുന്നുണ്ടായിരുന്നത്. അങ്ങനെ ഇതിലൂടെ നടന്ന് നമ്മൾ ഒരു മറുവശത്തേക്ക് എത്തിയിട്ടോ. മറുവശത്ത് വേറെ തന്നെ ഒരു വൈബായിരുന്നു ഉണ്ടായിരുന്നത്.
ഫാമിൽ നിന്നും വളരെ ഡിഫറെൻ്റ് ആയിട്ട് കുറച്ച് പാറകളും അതിൻ്റെ ഇടയിലൂടെ കുറച്ച് വെള്ളമൊക്കെ ഒഴുകുന്ന സ്ഥലമൊക്കെ ആയിട്ട് നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയിട്ട് നല്ലൊരു വ്യൂ ഉള്ള ഒരു സ്ഥലമായിരുന്നു കേട്ടോ അത്. അവിടെ ഞങ്ങൾ കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്തു, കുറച്ചധികം ടൈം സ്പെൻഡ് ചെയ്തു. കുറച്ച് വീഡിയോസും ഫോട്ടോ സ്റ്റിൽസൊക്കെ ഇട്ടിട്ട് കുറച്ചധികം നേരം അവിടെ നിന്നു നമ്മൾ. ഈ കാണുന്ന ഈ ഒരു മൗണ്ടെയിൻ കണ്ടോ, ഇതിൻ്റെ അപ്പുറം സൈഡാണ് നമ്മൾ പറഞ്ഞ ഡാം വരുന്നത് കേട്ടോ. ഡാം സൈഡ് വരുന്നത് അപ്പുറം സൈഡാണ്. അവിടുന്ന് തിരിച്ചു വരുന്ന ടൈമിൽ നമ്മൾ വലിയൊരു ആൽമരം വീണെടുക്കുന്നത് കണ്ടു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നല്ല അത്ഭുതമായിരുന്നു. നല്ല സൈസുള്ള വലിയൊരു ആൽമരം. പക്ഷെ ഇത് കുറേ വർഷങ്ങളായിട്ട് വീണെടുക്കുന്ന പോലെ കണ്ടിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ അതിൽ രണ്ടുപേരും കയറി കുറച്ച് ഷോ ഒക്കെ കാണിച്ചു, കുറച്ച് സ്റ്റില്ലും വീഡിയോസൊക്കെ എടുത്ത് അവിടുന്ന് പിന്നെ നമ്മൾ പോന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഞാൻ നല്ല പേടിച്ചിട്ടുണ്ടായിരുന്നു. ഇവർ കയറിയ പോലെ ഇറങ്ങാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ വിചാരിച്ച പോലെയല്ല, ഉഷാറായിരുന്നു. കയറിയ പോലെ തന്നെ നല്ല അതിസുന്ദരമായിട്ട് അവിടുന്ന് ഇറങ്ങി. കുറച്ച് ഷോപ്പൊക്കെ കഴിഞ്ഞിട്ട് അവിടുന്ന് ഇറങ്ങി. പിന്നെ നമ്മൾ നടക്കാൻ നിന്നില്ല കേട്ടോ. കുറച്ചധികം കൂടി നടക്കാനുണ്ടായിരുന്നു. പക്ഷേ പിന്നെ നമ്മൾ കാണാൻ നിന്നില്ല. നല്ല ടയേർഡായിട്ടുണ്ടായിരുന്നു. വെള്ളമില്ല, ലഞ്ചും ഉണ്ടായിട്ടില്ലല്ലോ. അപ്പോൾ നമ്മൾ പാർക്കിങ്ങിലേക്ക് തന്നെ ഡയറക്റ്റ് നടന്നു. കയ്യിലുണ്ടായിരുന്ന ഫ്രൂട്ട്സും വെള്ളമൊക്കെ വെച്ച് തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ അവിടുന്ന് നമ്മൾ റിട്ടേൺ വിട്ടു. എവിടുന്നെങ്കിലുമൊക്കെ ഫുഡ് വാങ്ങിച്ചിട്ട് വേറെ ഡാമിൻ്റെ സൈഡിൽ പോയിട്ട് ടെൻ്റൊക്കെ കെട്ടി അവിടുന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവിടെ ക്യാമ്പിങ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ വാങ്ങിച്ച് പിന്നെ ഡാമിൻ്റെ സൈഡിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഡാമിൻ്റെ സൈഡിലെത്തിയപ്പോൾ അവിടെ അങ്ങോട്ട് കാർ എൻട്രി ചെയ്യണമെങ്കിൽ ഒരു കാറിന് 20 റംസ് വെച്ചിട്ട് പേ ചെയ്യണം. അപ്പോൾ നമ്മൾ 2 കാറ് ആയിട്ട് വന്നതുകൊണ്ട് ഒരു വണ്ടി അവിടെ വെച്ചിട്ട് ഒരു വണ്ടിയിൽ നമ്മൾ അങ്ങോട്ട് ഇറങ്ങി. അപ്പോൾ അവിടെ നമുക്ക് ക്യാമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സീറ്റ് സെറ്റാക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലം തപ്പിക്കൊണ്ടിരിക്കുകയെന്ന്. അപ്പോൾ ഇതുപോലത്തെ ഹട്ടുകളുണ്ടല്ലോ, നമുക്ക് അവിടെ കുറച്ച് ഹട്ടുകളൊക്കെ ഉണ്ട്. വേണമെങ്കിൽ നമുക്ക് അവിടെ ക്യാമ്പ് ചെയ്യാം. പക്ഷേ നമ്മൾ പോയപ്പം അവിടെ എല്ലാം ഫുള്ളായിട്ടാണ് ഉണ്ടായിരുന്നത് ഓൾറെഡി. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് വീണ്ടും കയറി ഒന്നുകൂടെ കുറച്ചുകൂടെ താഴേക്ക് പോയി നോക്കി. അവിടെ നമുക്ക് നല്ലൊരു അടിപൊളി ലൊക്കേഷൻ കിട്ടി കേട്ടോ. അവിടെ പിന്നെ നമ്മൾ സീറ്റിംഗ് ഉറപ്പാക്കി. വെള്ളത്തിൻ്റെ ഒക്കെ അടുത്ത് തന്നെ ആയിരുന്നു. പക്ഷേ വെള്ളത്തിൻ്റെ അടുത്ത് സീറ്റിംഗ് വെക്കുമ്പോൾ ഒരു കാര്യം എന്താ വെച്ചാൽ അപ്പോൾ നമുക്ക് അറിയില്ലായിരുന്നു. കുറേ കഴിഞ്ഞ് കുറച്ചൊന്ന് വെളിച്ചമൊക്കെ പോയി ഇരുട്ട് സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ് കുറേ ഫ്രോഗ് ആ വെള്ളത്തിൽ നിന്ന് കയറി വരുന്നത് ശ്രദ്ധിച്ചത് കേട്ടോ. അപ്പോൾ അത് സൂക്ഷിക്കാം കേട്ടോ. നമ്മളപ്പോൾ അവിടുന്ന് ഫുഡ് വാങ്ങിച്ചത് ഇവിടെ വെച്ചിട്ട് കഴിച്ചു. പിന്നെ വെള്ളത്തിൽ നല്ല അടിപൊളി കുഞ്ഞു ഫിഷുകൾ ഒരുപാടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ നമുക്ക് പിടിക്കാനൊന്നും പറ്റില്ല. പിടിക്കാൻ അലൗഡ് ആണോ എന്ന് അറിയൊന്നുമില്ല. സൺസെറ്റിൻ്റെ ടൈമും നല്ല ചെറിയ രീതിയിലുള്ളൊരു തണുപ്പും ഡാം സൈഡും പിന്നെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ആ ഒരു ടൈം സംസാരിച്ച് ഇങ്ങനെ ചായയൊക്കെ കുടിച്ച് ചെറിയ ചൂടിൽ ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കാൻ പറ്റിയിട്ട് ഇവർ ഫ്രണ്ട്സ് കൊളീഗ് കുറച്ച് അവരുടെ പഴയ വിശേഷങ്ങളൊക്കെ ആയിട്ട് കുറച്ചധികം നേരം അവിടെ സംസാരിച്ചിരുന്നു, പഴയ വിശേഷങ്ങളൊക്കെ. കൂടെയുള്ള മറ്റാളെ വീഡിയോസിലൊന്നും കാണുന്നേ ഇല്ല കേട്ടോ. വളരെ റെയറായിട്ട് ഫുഡ് കഴിക്കുമ്പോൾ ഒന്ന് കണ്ടു, പിന്നെ എപ്പോഴോ ഒരിക്കൽ കൂടി കണ്ടു.
അങ്ങനെ വളരെ റെയറായിട്ട് മാത്രം കാണുന്നുള്ളൂ. മറ്റാൾ വീഡിയോ ക്യാമറ ഒക്കെ കാണുമ്പോൾ ഒഴിഞ്ഞു മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് വീഡിയോസിലൊന്നും അത്ര കിട്ടിയില്ല. പിന്നെ മഗ്‌രിബ് കഴിഞ്ഞ് നമ്മളവിടെ സമയം കൊണ്ട് തന്നെ ഗ്രില്ലിങ് സ്റ്റാർട്ട് ചെയ്യാനുള്ള സെറ്റപ്പൊക്കെ ആക്കി. വേറെ ഒരുപാട് ഫാമിലീസ് ഉണ്ടായിരുന്നു കേട്ടോ. പലരും സൺസെറ്റിന് വേണ്ടി മാത്രം വന്നവരുണ്ടായിരുന്നു, ക്യാമ്പിങ്ങിന് വന്നവരുണ്ടായിരുന്നു, നൈറ്റ് ഫുള്ളായിട്ട് സ്റ്റേ ചെയ്യാൻ വന്നവരുണ്ടായിരുന്നു, ഡാം സൈഡിലൊക്കെ കുളിക്കാൻ വേണ്ടി വന്നവരുണ്ടായിരുന്നു, പിന്നെ ഫാമിലിക്ക് വേണ്ടി മാത്രം, അങ്ങനെയൊക്കെ കുറേ പേരുണ്ടായിരുന്നു കേട്ടോ. കുറേ ടെൻറ്റും, നല്ല രസമായിരുന്നു. നല്ല അടിപൊളി വൈബുള്ള സ്ഥലമാണ് കേട്ടോ. ഡാം സൈഡിൽ നമ്മൾ ആദ്യം പോയി, പക്ഷെ അവിടെ നമുക്ക് സീറ്റ് കിട്ടിയില്ല. കുളിക്കാനൊക്കെ ഉള്ള സെറ്റപ്പൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ സീറ്റ് കിട്ടാത്തതുകൊണ്ട് നമുക്ക് സീറ്റ് കിട്ടിയെടുത്ത് നമ്മൾ തൽക്കാലം ഇത് ഗ്രില്ലിങ് സെറ്റപ്പൊക്കെ സെറ്റ് ചെയ്തു. അപ്പോൾ പിന്നെ ഡാമിൽ നെക്സ്റ്റ് വേറൊരു ഡേ വരാമെന്ന് വിചാരിച്ചു കുളിക്കാനൊക്കെ. അങ്ങനെ ഗ്രില്ലിങ് കഴിഞ്ഞു, ചിക്കനൊക്കെ കഴിച്ചു. പിന്നെ നമ്മൾ കുറച്ച് കോൺ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു, കോണും കൂടെ ഒന്ന് സ്വീറ്റ് കോൺ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു, അതും കൂടെ ഒന്ന് ചൂടാക്കി മസാല തേച്ചു, അതും കഴിച്ചു. ഇപ്പോൾ നമ്മൾ വിചാരിച്ച പോലെയുള്ള തണുപ്പൊന്നുമില്ല കേട്ടോ. നല്ല തണുപ്പാവുന്ന വിചാരിച്ചത് ഈ ഒരു ടൈം ആകുമ്പോഴത്തേക്കും, പക്ഷെ അത്ര തണുപ്പുണ്ടായിട്ടില്ല. എന്നാലും കുഴപ്പമില്ലാത്ത തണുപ്പുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ടാറ്റ ബൈ ബൈ പറഞ്ഞു പാക്കപ്പ് ആക്കി. ഒമാനിൽ പെട്രോളിന് പ്രൈസ് കുറവായതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ നിന്ന് ഫുൾ ടാങ്ക് അടിച്ചു തിരിച്ചു പോകുന്നു കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസും വിശേഷങ്ങളായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ, സ്റ്റേ ട്യൂൺ.